ഹായ്. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മൾ വെൽക്കം ടു സ്കൂളിൽ പച്ചവെള്ളം. സോ നമ്മൾ ഇന്ന് വന്നിരിക്കുകയാണ് ഒരു ബയോളജിയുടെ ടോപ്പിക്കുമായിട്ട്. മൈസെൽഫ് വിപിന, സ്കൂളിൽ പച്ചവെള്ളത്തിലെ ഒരു ഫാക്കൽറ്റിയാണ് ബയോളജിയുടെ. സോ വൺസ് അഗെയിൻ വെൽക്കം. നമ്മുടെ പഴയ വീഡിയോസൊക്കെ എല്ലാവരുടെയും കണ്ടു എന്ന് വിചാരിക്കുന്നു. സോ നമുക്കെന്താ ഇന്ന് തുടങ്ങാം അല്ലേ? ബയോളജിയിലെ ഒരു ടോപ്പിക്കായിട്ട് തുടങ്ങാം. ഓക്കെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ ഇവിടെ ഞാനൊരു കോട്ട് കൊടുത്തിട്ടുണ്ട് അല്ലേ? നമുക്ക് ബൂസ്റ്റപ്പ് ആവണ്ടേ ആദ്യം തന്നെ. സോ എന്താണ്? വിജയം എന്നത് യാദൃശ്ചികമല്ല, അത് കഠിനാധ്വാനവും നിരന്തര പ്രയത്നവും അറിവും ത്യാഗവും അതിലെല്ലാം ഉപരി ചെയ്യുന്ന പ്രവൃത്തിയോടുള്ള സ്നേഹവുമാണ്. ധാരാ പറഞ്ഞേ? ഈ ക്യാൻ ലുക്ക് അറ്റ് ദ ഫോട്ടോ അല്ലേ? ഫോട്ടോ കണ്ടാൽ അറിയായിരിക്കും നമ്മളെ കുട്ടികളെല്ലാവരും ക്രിക്കറ്റും ഫുട്ബോളും ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണല്ലോ. സോ പെലെയാണല്ലേ ഫുട്ബോളിലെ എന്താ ഒരു ഇതിഹാസം തന്നെയാണല്ലേ. സോ ഇദ്ദേഹം പറഞ്ഞ വാക്കുകളാണ് എന്ത്? നമുക്ക് വിക്ടറി, നമ്മുടെ വിജയം എന്നൊക്കെ പറയുന്നത് ആക്സിഡന്റലി കിട്ടുന്ന ഒരു സാധനമല്ല. നമ്മൾ കുറച്ച് കഷ്ടപ്പെടണം അല്ലേ? അങ്ങനെ വെറുതെ കിട്ടിയാൽ തന്നെ എന്താ, അതങ്ങനെ പെർസിസ്റ്റ് ചെയ്യുന്ന ഒരു സാധനമായിരിക്കില്ല. അപ്പം വളരെ കഷ്ടപ്പെട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? വിജയം കൈവരിക്കേണ്ടത് അല്ലേ? എന്താ പറയുന്നത്? നിരന്തര പ്രയത്നം. എപ്പോഴും നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, മടി പിടിച്ച് ഇരിക്കാതെ നമുക്ക് എന്താണോ വേണ്ടത്, നമുക്കൊരു പാഷൻ. എല്ലാ കുട്ടികളും ഇപ്പൊ ഒരു 10, 13, 14, 15 വയസ്സല്ലേ എല്ലാവർക്കും. അപ്പോൾ എന്ത് ചെയ്യണം? ഒരു ഡിറ്റർമിനേഷനും പിന്നെ ഒരു അംബീഷ്യസ് ആയിരിക്കണം. അങ്ങനെ പറയും അല്ലേ? എല്ലാവരും അംബീഷ്യസ് ആയിരിക്കണം എന്ന് പറയും. എന്താ? ഒരു ആഗ്രഹം വേണം അല്ലേ നമുക്ക് എല്ലാവർക്കും? നമ്മളെല്ലാവരും ഇന്നതാവണം എന്നുള്ളൊരു ആഗ്രഹം ഇപ്പോഴേ നമുക്ക് വേണം. എന്നാൽ മാത്രമേ അതിനനുസരിച്ച് കറക്റ്റ് പാത്തിലൂടെ നമുക്ക് പോവാൻ പറ്റുള്ളൂ അല്ലേ? അതിന് വേണ്ടിയിട്ടുള്ള നിരന്തര പ്രയത്നമായിരിക്കണം നമ്മൾ നടത്തേണ്ടത്. ഓക്കെ, എന്താണ്? പിന്നെന്താ? പ്രവൃത്തിയോടുള്ള ഒരു സ്നേഹം എന്ന് പറയില്ലേ? ഇപ്പൊ ഒരു വിഷയം പഠിക്കുകയാണെങ്കിൽ എന്താ, അതിനോട് ഇത്തിരി ഒരു സ്നേഹം കാണിക്കും. ഇപ്പൊ ഞാൻ ബയോളജി എടുക്കുമ്പോൾ ബയോളജിയോട് ഇത്തിരി സ്നേഹം അല്ലേ? എല്ലാവരും എല്ലാം അറിയാൻ ക്യൂരിയസ് ആയിരിക്കും അല്ലേ? ബയോളജിയിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട്? ബയോളജി മാത്രമല്ല, എല്ലാ സബ്ജക്റ്റും അല്ലേ? എന്തൊക്കെ കാര്യങ്ങളുണ്ട്? അപ്പൊ അതൊക്കെ അറിയാൻ ക്യൂരിയസ് ആയിരിക്കും നിങ്ങൾ അല്ലേ? ക്യൂരിയസ് ആവാന്ന് പറഞ്ഞാൽ എന്താ? ഭയങ്കര എന്താ, അത് അറിയാനുള്ളൊരു ആഗ്രഹം. എന്തായിരിക്കും അതങ്ങനെ? ക്വസ്റ്റ്യൻസ് ചോദിക്കണം അല്ലേ? ചോദ്യങ്ങളിലൂടെയാണ് നമ്മളെല്ലാം മനസ്സിലാക്കേണ്ടത്. അതറിയണം, ഇതറിയണം, ഇതെന്താ ഇങ്ങനെ, അതെന്താ അങ്ങനെ, നമ്മൾ കാണുന്നതെല്ലാം അറിഞ്ഞിരിക്കണം അല്ലേ? അപ്പോൾ അതിനോടൊരു സ്നേഹം ഉണ്ടാവും നമുക്ക്. അങ്ങനെ സ്നേഹത്തോടെ പഠിക്കണം അല്ലേ? പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും വിജയം ഉറപ്പാണ്. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ഇന്നത്തെ സെക്ഷൻ തുടങ്ങാം അല്ലേ? ഓക്കെ, നമുക്ക് ഒരുമിച്ച് തുടങ്ങാം. സോ അതിന് മുമ്പ് സ്കൂളിൽ നമ്മുടെ പുതിയ ഫൗണ്ടേഷൻ ക്ലാസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ജോയിൻ ചെയ്യണം. ഇംഗ്ലീഷ്, ഹിന്ദി, മാത്സിനൊക്കെ പ്രത്യേകമായിട്ടുള്ള കോംബോ ഓഫേഴ്സും കാര്യങ്ങളും ക്ലാസ്സുകളൊക്കെ നൽകുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ജോയിൻ ചെയ്യുക. എല്ലാവരും നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും എന്ത് ചെയ്യുക? നന്നായിട്ട് പഠിക്കുക. ഞങ്ങളെല്ലാവരും കൂടെ ഉണ്ട്. ഓക്കെ ഓക്കെ. സോ ഇന്ന് ഞാനിവിടെ പറയുന്നത്, നമ്മൾ ഒരുമിച്ച് പഠിക്കാൻ പോകുന്നത് എന്താണ്? ആനിമൽ റീപ്രൊഡക്ഷനെ പറ്റിയിട്ടാണ്. ഓക്കെ, ഇത് 8ാം ക്ലാസ്സിലെ CBSE പോർഷൻ ആണ് കേട്ടോ. CBSE 8ാം ക്ലാസ്സിലെ ചാപ്റ്റർ 6 വരുന്ന ചാപ്റ്റർ 6 ആണ് ആനിമൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ആനിമൽ റീപ്രൊഡക്ഷൻ. ഓക്കെ, ഇത് എന്ന് പറയുന്ന ആനിമൽ റീപ്രൊഡക്ഷൻ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട്, ഇപ്പം ബയോളജി നിങ്ങൾ ഹയർ ക്ലാസ്സുകൾക്കൊക്കെ പോവുകയാണെങ്കിലും ആനിമൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന ഒരു ഇന്നവേറ്റബിൾ പാർട്ടാണ്. ബേസിക് ഇപ്പൊ പഠിക്കും, പിന്നെ ഇങ്ങനെ എലാബറേറ്റ് ആയിട്ട് നമ്മൾ പഠിച്ചു പോകും. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് തുടങ്ങാം അല്ലേ? സോ എന്താണ് റീപ്രൊഡക്ഷൻ? എന്നാണ് പഠിക്കുന്നത്. ഓക്കെ, എന്താണ് റീപ്രൊഡക്ഷൻ? കുട്ടികളെല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നുമില്ല, സിംപ്ലി നമ്മൾ എന്താ പറയാ? മേക്കിംഗ് ഓഫ് സ്പ്രിങ്സ് അല്ലെ? മേക്കിംഗ് കിഡ്സ് അങ്ങനെ പറയണ്ട, മേക്കിംഗ് ഓഫ് സ്പ്രിങ്സ് എന്ന് പറയാം അല്ലേ? എന്താണ്? നമ്മുടെ ഭാവി ജനറേഷനെ ഉണ്ടാക്കുക. അപ്പൊ ആസ് എ ജനറേഷൻ പറയുമ്പോൾ എന്ത് പറയാം? ദ പ്രോസസ് ഓഫ് ലിവിങ് ഓർഗാനിസംസ് ഗീവ് ബർത്ത് ടു their offsprings or young ones അല്ലേ? ദ പ്രോസസ് ഓഫ് ദ ബയോളജിക്കൽ പ്രോസസ് ഓഫ്, കുറച്ചും കൂടി ഇലാബറേറ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ എന്താ? ദ ബയോളജിക്കൽ പ്രോസസ് ഓഫ് ലിവിങ് ഓർഗാനിസം
അല്ലെ? ലിവിങ്ങും ഉണ്ട്, നോൺ ലിവിങ്ങും ഉണ്ട്. നോൺ ലിവിങ്ങിന് റീപ്രൊഡക്ഷൻ ഒന്നും ഒരു ക്യാരക്ടറിസ്റ്റിക് ആവില്ല. നമ്മൾ റീപ്രൊഡക്ഷൻ പറയുമ്പോൾ എന്താ, നമുക്ക് വേറെയും കുറെ ഉണ്ട്. റെസ്പിറേഷൻ, എക്സ്ക്രീഷൻ, സർക്കുലേഷൻ, ഇതൊക്കെ ഉണ്ടല്ലേ. ഇതൊക്കെ ലൈഫ് പ്രോസസ്സുകളാണ്. ന്യൂട്രീഷൻ, ഇതൊക്കെ പെടുന്നത് ലൈഫ് പ്രോസസ്സിലാണ്. അപ്പം ഈ ലിവിങ് തിങ്സിനെ നോൺ ലിവിങ് തിങ്സിൽ നിന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് എന്താ? ഈ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് അല്ലേ? റെസ്പിറേഷൻ, എക്സ്ക്രീഷൻ, സർക്കുലേഷൻ, ന്യൂട്രീഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ ലൈഫ് പ്രോസസ്സുകളാണ് ലിവിങ് തിങ്സിനെ നോൺ ലിവിങ് തിങ്സിൽ നിന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് അല്ലേ? സോ നമുക്കെന്താ റീപ്രൊഡക്ഷൻ. അപ്പൊ റീപ്രൊഡക്ഷൻ ഒബ്വിയസ്ലി ലിവിങ് തിങ്സിലാണല്ലോ ഉണ്ടാവുക. ലിവിങ് ഓർഗാനിസംസ് ആണ് റീപ്രൊഡക്ഷൻ ചെയ്യുക അല്ലേ? സോ ദ ബയോളജിക്കൽ പ്രോസസ് ഓഫ് ലിവിങ് ഓർഗാനിസംസ് ഗീവ് ബർത്ത് ടു ദെയർ ഓഫ്സ്പ്രിങ്സ്. എന്താ ഇവിടെ ദെയർ എന്ന് കൊടുത്തിരിക്കണേ? നമുക്ക് ഇങ്ങനെയും കൂടി പറയാം, കുറച്ചും കൂടി സ്പെസിഫിക് ആക്കിയിട്ട് ദെയർ ഓൺ ഓഫ്സ്പ്രിങ്സ് എന്ന് പറയാം. ഓക്കെ, എന്താണ്? അവരുടെ തന്നെ ഓഫ്സ്പ്രിങ്സിനെ അല്ലെങ്കിൽ യങ് വൺസിനെ ഉണ്ടാക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ കുട്ടികൾക്ക് ആസ് എ ഡെഫിനിഷൻ ഇങ്ങനെ എഴുതാം. ഓക്കെ, എന്താണ് റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് അല്ലേ? നമ്മളെല്ലാം കേട്ടിട്ടുണ്ടാവും റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. പൂച്ചക്കുട്ടികൾ ഉണ്ടാക്കും, പട്ടിക്കുട്ടികൾ ഉണ്ടാക്കും അല്ലെ? മനുഷ്യനാണെങ്കിൽ എന്താ, മനുഷ്യ കുഞ്ഞുങ്ങളെ, ബേബീസിനെ ഉണ്ടാക്കും അല്ലെ? അതാണ് their own kind എന്ന് പറയുന്നത്. ഇപ്പം എന്താ, പൂച്ച എന്തിനാ ഉണ്ടാക്കുക? കിറ്റൻസിനെയാണ് അല്ലെ? ഡോഗ് ആണെങ്കിൽ പപ്പീസിനെ ഉണ്ടാക്കും. ഇനിയിപ്പോ ഒരു ഫ്രോഗ് ആണെങ്കിൽ എന്താ, ഫ്രോഗ് ആണെങ്കിൽ ഒരു ടാഡ്പോൾ ആയിട്ടായിരിക്കും അത് വളർന്ന് വരിക. ചെറുപ്പത്തിൽ അതൊരു ടാഡ്പോൾ ആയിരിക്കും, പിന്നെയാണ് അതൊരു ഫ്രോഗ് ആയിട്ട് വളരുക അല്ലെ? ചെറുപ്പത്തില് ഫ്രോഗ് എവിടെയായിരിക്കും? ടാഡ്പോള് നമ്മള് കുളത്തിലൊക്കെ കാണുന്ന അല്ലേ, വാൽമാക്രി എന്നൊക്കെ പറയുന്ന സാധനം. അപ്പൊ ടാഡ്പോള് പിന്നെ അത് വളരുമ്പോൾ ലാൻഡിലും അല്ലെ, അതുകൊണ്ടാണല്ലോ ഫ്രോഗിനെ നമ്മൾ ഒരു ആംഫീബിയൻ എന്നൊക്കെ വിളിക്കുന്നത്. അതിന് കരയിലും വെള്ളത്തിലും കൂടി ജീവിക്കാനൊക്കെ പറ്റും അല്ലെ? പിന്നെ ഒരു ഫ്രോഗ് ആയിട്ട് മാറും. പിന്നെന്താ, നമ്മളുടെ ഡോഗ് ഞാൻ പറഞ്ഞു പപ്പീസിനെ ഉണ്ടാക്കും, മനുഷ്യന്മാര് നമ്മുടെ ബേബീസിനെ ഉണ്ടാക്കും. ഇനിയിപ്പോ ബട്ടർഫ്ലൈന്റെ കേസ് എടുക്കുകയാണെങ്കിലോ, ബട്ടർഫ്ലൈ എങ്ങനെയാ? ബട്ടർഫ്ലൈ നല്ല പാറി പറന്ന് നമ്മുടെ ചുറ്റുമുള്ള ബട്ടർഫ്ലൈ ആദ്യം ഇങ്ങനെയായിരിക്കോ? അല്ല, അതിന്റെ യങ് വൺസ് എങ്ങനെയായിരിക്കും കാണാൻ? അതിനെന്താ വിളിക്കുക? കാറ്റർപില്ലർ എന്ന് വിളിക്കുക അല്ലേ? അതിന്റെ ലാർവ ഫോം ആണ്, ലാർവ ഫോം അല്ലേ? ബട്ടർഫ്ലൈ ലാർവ ഫോമിലായിരിക്കും ഉണ്ടാവുക. അതിനെ വിളിക്കുന്ന പേരാണ് കാറ്റർപില്ലർ. ഓക്കെ, ഇനി ഒരു പശു, ഒരു കൗ ആണെങ്കിലോ അല്ലെ? കൗ ആണെങ്കിൽ എന്താ, അല്ലെ, കുഞ്ഞി പശുവിനെ എന്താ വിളിക്കും? കാഫ് അല്ലെ? കൗ ആണെങ്കിൽ അതിന്റെ ഓഫ്സ്പ്രിങ്സ് അല്ലെങ്കിൽ യങ് വൺസിനെ കാഫ് എന്ന് വിളിക്കും അല്ലേ? സോ ഡിഫറെന്റ് ഓർഗാനിസത്തിന് ഡിഫറെന്റ് യങ് വൺസ് ആണ്, അതായത് their own kind അല്ലെ? മനുഷ്യനൊരിക്കലും മനുഷ്യക്കുട്ടിയെ അല്ലാതെ ഡോഗിനെ ഉണ്ടാക്കാൻ പറ്റില്ല അല്ലെ? ഡോഗിനൊരിക്കലും മനുഷ്യനെ ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പൊ അവരുടെ തന്നെ ജനറേഷനെ അവരെന്ത് ചെയ്യും? റീപ്രൊഡക്ഷനിലൂടെ ഇങ്ങനെ പുതിയതായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ദാറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് റീപ്രൊഡക്ഷൻ. ഓക്കെ, അതിനെയാണ് നമ്മൾ റീപ്രൊഡക്ഷൻ എന്ന് പറയുക. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി എന്താ, എന്തിനാണ് ഈ റീപ്രൊഡക്ഷൻ? നമുക്കിപ്പം ബാക്കി ലൈഫ് പ്രോസസ് ഒക്കെ ഞാൻ നേരത്തെ പറഞ്ഞു അല്ലെ? റെസ്പിറേഷൻ ഉണ്ട്, അതുപോലെ തന്നെ എക്സ്ക്രീഷൻ ഉണ്ട്, പിന്നെന്താ, ന്യൂട്രീഷൻ ഉണ്ട്, ഇതൊക്കെ ഉണ്ട്. ഈ റെസ്പിറേഷൻ അല്ലെങ്കിൽ സർക്കുലേഷൻ അങ്ങനത്തെ കുറെ കാര്യങ്ങൾ നമ്മൾ എന്തെന്ന് പറഞ്ഞു, ഇത് നമ്മുടെ മനുഷ്യന്റെ ശരീരത്തിൽ ഇല്ലെങ്കിൽ അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്തു എന്ന് വെച്ചാൽ ഇറ്റ് വിൽ ബി വെരി ഡിഫിക്കൽട്ട് അല്ലേ? നമുക്ക് ജീവിക്കാൻ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? റെസ്പിറേഷൻ നടക്കണില്ല, അല്ലെങ്കിൽ അതിന്റെ ഏതെങ്കിലും ഓർഗൻ, ലങ്സ് പ്രവർത്തിക്കണില്ല, അല്ലെങ്കിൽ എക്സ്ക്രീഷൻ നമ്മുടെ കിഡ്നി പ്രവർത്തിക്കണില്ല, സർക്കുലേഷൻ നമ്മുടെ ഹാർട്ട് സ്റ്റോപ്പായി, നമുക്ക് പിന്നെ വി കാൻ ലീവ് അല്ലേ? നമുക്ക് ജീവിക്കാൻ പറ്റില്ല. പക്ഷേ നോക്കൂ, റീപ്രൊഡക്ഷൻ എന്താ? റീപ്രൊഡക്ഷൻ നടത്തിയില്ല എന്ന് കരുതിയിട്ട് ഒരാൾ ചത്തുപോവോ? ഇല്ല. റീപ്രൊഡക്ഷൻ നടത്തിയില്ല എന്ന് വെച്ചിട്ട് ഒരാളുടെ ലൈഫ് സ്റ്റോപ്പ് ആവുമൊന്നുമില്ല. പക്ഷേ മറ്റ് പ്രോസസ്സിനെക്കാളും ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് കാര്യങ്ങൾ റീപ്രൊഡക്ഷനിൽ ഉള്ളത് എന്താ? that I have given here. എന്താണ്? ഇറ്റ് ensures the continuity of species. ഇപ്പൊ കുറെ മനുഷ്യന്മാരുടെ എല്ലാം പോപ്പുലേഷൻ എല്ലാം കൂടി വിചാരിച്ചു ഇല്ല, ഇനി ജനറേഷൻ ഉണ്ടാക്കുന്നില്ല, ഇനി റീപ്രൊഡക്ഷൻ ഇല്ല പറഞ്ഞാൽ എന്താണ്? പിന്നെ ഇല്ല അല്ലേ? നമ്മള് എക്സ്റ്റിങ്ക്റ്റ് ആയി പോവില്ലേ? നമ്മൾ പിന്നെ അവിടെ ഉണ്ടാവില്ലല്ലോ അടുത്ത തലമുറ. കാരണം എന്താ, നമ്മുടെ ഒരു ആവറേജ് ലൈഫ് സ്പാൻ, എല്ലാ ജീവികൾക്കും ലൈഫ് സ്പാൻ ഉണ്ടല്ലേ? എന്താ, മനുഷ്യനാണെങ്കിൽ ഒരു 10, 60, 70 കൊല്ലം കഴിയുമ്പോഴേക്കും ഇല്ല. അപ്പൊ എന്താ, അവരുടെ കുട്ടികളിലൂടെയാണ് പിന്നെ മനുഷ്യന്മാരിങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. സോ എന്താ, കണ്ടിന്യൂറ്റി ഓഫ് സ്പീഷീസ് ഉണ്ട്. അപ്പൊ അത് പെട്ടെന്ന് സ്റ്റോപ്പ് ആയാൽ എന്താ, ആ കണ്ടിന്യൂറ്റി ഓഫ് സ്പീഷീസ് അവിടെ സ്റ്റോപ്പ് ആയി പോകും. സോ റീപ്രൊഡക്ഷന്റെ ഇമ്പോർട്ടൻസ് എന്താ? ഇറ്റ് എൻഷുവേഴ്സ് ദി കണ്ടിന്യൂറ്റി ഓഫ് സ്പീഷീസ്. സ്പീഷീസിന്റെ
സ്പീഷീസ് എന്ന് പറഞ്ഞാൽ എന്താ? മനുഷ്യന്റെ അല്ലെങ്കിൽ വേറെ ആനിമലിന്റെ, പക്ഷികളുടെ, അല്ലെങ്കിൽ ഇപ്പൊ എന്താ പശു, ഡോഗ്, അങ്ങനെ ഓരോ സ്പീഷീസ്. ഇറ്റ് എൻഷുവേഴ്സ് ദ കണ്ടിന്യൂറ്റി ഓഫ് സ്പീഷീസ്. പോയിന്റുകൾ പഠിക്കണം കേട്ടോ. ദെൻ പ്രൊട്ടക്ട് സ്പീഷീസ് ഫ്രം എക്സ്റ്റിങ്ഷൻ. എന്താണ് എക്സ്റ്റിങ്ഷൻ? വംശനാശം. ഞാൻ ഇപ്പൊ പറഞ്ഞു അല്ലേ, വംശനാശം. നമ്മള് എന്താണ് നമ്മുടെ മനുഷ്യന്മാര് അല്ലെങ്കിൽ ബാക്കി ആനിമൽസ് ഇവരൊക്കെ എന്താ തലമുറയായിട്ട് വന്നുകൊണ്ടിരിക്കണം അല്ലേ? അവരെവിടെയെങ്കിലും വെച്ച് എക്സ്റ്റിങ്ക്റ്റ് ആയി പോയാൽ എന്താ ചെയ്യാ? പിന്നെ ഉണ്ടാവില്ല. സോ എക്സ്റ്റിങ്ഷനിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുന്നത് ആരാ? പ്രൊട്ടക്ട് ചെയ്യുന്ന എന്ത് പ്രോസസ്സാ? ഇറ്റ് ഈസ് റീപ്രൊഡക്ഷൻ. ഓക്കെ, ഇറ്റ് ഈസ് റീപ്രൊഡക്ഷൻ. സോ റീപ്രൊഡക്ഷന്റെ ഡെഫിനിഷനും ഈ 2 പോയിന്റ് ഇങ്ങനെ തന്നെയായിരിക്കും ക്വസ്റ്റ്യനും ചോദിക്കുക ചിലപ്പം. റീപ്രൊഡക്ഷൻ എന്താണ്? അപ്പൊ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ ഡെഫിനിഷൻ എഴുതാം. എന്താണ് ഡെഫിനിഷൻ? ദ പ്രോസസ് ഓഫ് ലിവിങ് ഓർഗാനിസം ഗീവ് ബർത്ത് ടു their own offsprings. അല്ലെങ്കിൽ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെ പറയാം? ദ ബയോളജിക്കൽ പ്രോസസ് എന്ന് നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്യാം കേട്ടോ. ദ ബയോളജിക്കൽ പ്രോസസ് ഓഫ് ലിവിങ് ഓർഗാനിസംസ് ഗീവ് ബർത്ത് ടു their offsprings അല്ലെങ്കിൽ young ones. ഇനി it ensures the continuity of species and also it protects the species from extinction. Okay, so നമ്മൾ so far എന്ത് പഠിച്ചു? റീപ്രൊഡക്ഷന്റെ ഡെഫിനിഷനും പഠിച്ചു, അതുപോലെ തന്നെ എന്ത് പഠിച്ചു? റീപ്രൊഡക്ഷന്റെ ഇമ്പോർട്ടൻസും പഠിച്ചു. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി എന്താ റീപ്രൊഡക്ഷൻ ഒരേപോലെയാണോ നടക്കുക? അല്ല. റീപ്രൊഡക്ഷൻ 2 ടൈപ്സ് ഉണ്ട്. 2 ടൈപ്പ് ഓഫ് റീപ്രൊഡക്ഷൻ ഉണ്ട്. സെക്ഷൽ റീപ്രൊഡക്ഷൻ ഉണ്ട്, അസെക്ഷൽ റീപ്രൊഡക്ഷൻ ഉണ്ട് അല്ലെ? സെക്ഷൽ റീപ്രൊഡക്ഷൻ ഉണ്ട്, അസെക്ഷൽ റീപ്രൊഡക്ഷൻ ഉണ്ട്. നമ്മളെല്ലാരും ക്യൂരിയസ് ആണല്ലേ ഓരോ ജീവികളിൽ എങ്ങനെയാണ് റീപ്രൊഡക്ഷൻ നടക്കുക എന്നറിയാൻ വേണ്ടിയിട്ട്. ഇപ്പൊ നമ്മളില് പിന്നെ എന്താ പറയാ ഡോഗ്സില്, കൗവില്, അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസംസ് ഉണ്ടല്ലേ, ലിവിങ് ഓർഗാനിസംസ് എന്ന് പറയുമ്പോൾ അവരും പെടുമല്ലോ. ഏതൊക്കെ? അമീബ, ബാക്ടീരിയ അല്ലെ, അങ്ങനെയുള്ള ജീവികളും പെടുമല്ലോ. അവരിൽ എങ്ങനെയാണ് നടക്കുന്നത്? അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ? അപ്പൊ അവരെങ്ങനെയായിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുക കുട്ടികളെയൊക്കെ എന്നുള്ളത് അറിയാൻ ഒരു ക്യൂരിയസ് ആയിരിക്കില്ലേ നമുക്ക് അല്ലേ? നമ്മൾ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടാവും ഒരു കുട്ടി എങ്ങനെയായിരിക്കും ഉണ്ടാവുക അല്ലേ? അല്ലെങ്കിൽ ഒരു പൂച്ചക്കുഞ്ഞിനെ കാണുമ്പോൾ നമുക്ക് കൗതുകമാണ് അല്ലേ? അതെങ്ങനെയായിരിക്കും ഉണ്ടാവുക എന്ന്. സോ റീപ്രൊഡക്ഷൻ 2 ടൈപ്പ് ആണുള്ളത്. സെക്ഷൽ റീപ്രൊഡക്ഷനും അസെക്ഷൽ റീപ്രൊഡക്ഷനും. ഓക്കെ, അപ്പൊ മെയിൻ ആയിട്ട് എന്താ നമ്മളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ നമ്മൾ എന്തായിരിക്കും? നമ്മൾ സെക്ഷൽ റീപ്രൊഡക്ഷനിലൂടെ ആയിരിക്കും ഓഫ് സ്പ്രിങ്സിനെ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ യങ് വൺസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലേ? ഓക്കെ. ഇനി നമുക്ക് ഫസ്റ്റ് വൺ നമ്മളിപ്പോ ഇന്ന് നമ്മൾ പഠിക്കുമ്പം നമുക്ക് സെക്ഷൽ റീപ്രൊഡക്ഷൻ ആദ്യം എടുക്കാം. അത് തന്നെ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഹ്യൂമൻസ് നമുക്കൊന്ന് നോക്കാം. എങ്ങനെയാ ഹ്യൂമൻ ബീങ്സിലെ സെക്ഷൽ റീപ്രൊഡക്ഷൻ എങ്ങനെയൊക്കെയാണ് ഉണ്ടാവുക എന്നുള്ളത് നോക്കാം. എന്താണ് ഈ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഉദ്ദേശിക്കുന്നത് തന്നെ എന്താണ്? മുന്നത്തെ സ്ലൈഡിൽ പറഞ്ഞു അല്ലെ, സെക്ഷൽ റീപ്രൊഡക്ഷൻ തന്നെ ഉദ്ദേശിക്കാനുള്ള കാരണം എന്തിനാ? സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? മെയിൽ ഉണ്ടാവും, പിന്നെ ഒരു ഫീമെയിൽ ഉണ്ടാവും. മെയിൽ ഉണ്ടാവും, ഫീമെയിൽ ഉണ്ടാവും. ഇത് രണ്ടും കൂടി കൂടിയിട്ടാണ്, രണ്ടും കൂടി സെക്ഷൽ റീപ്രൊഡക്ഷൻ ചെയ്യുമ്പോഴാണ് ബേബി അല്ലെങ്കിൽ യങ് വൺസ് ഉണ്ടാവുക അല്ലെ? അങ്ങനെ. സോ മെയിൽ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? മെയിൽ ഗമീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ഗമീറ്റ് എന്ന് പറഞ്ഞാല് നമ്മുടെ സെക്സ് സെൽസ് ആണ്. ഓക്കെ. പിന്നെ ഫീമെയിൽ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ഫീമെയിൽ ഗമീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ഫീമെയിൽ ഗമീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. മെയിൽ മെയിൽ ഗമീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും, ഫീമെയിൽ ഗമീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ. എന്നിട്ട് ഇത് രണ്ടും കൂടി കൂടിയിട്ടാണ് എന്താവുക? ബേബീസിന്റെ തുടക്കം, ബേബീസ് ഉണ്ടാവുക. ഓക്കെ. അങ്ങനെയുള്ള റീപ്രൊഡക്ഷൻ ആണെങ്കിലാണ് അതിന് സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയാം. അസെക്ഷൽ റീപ്രൊഡക്ഷനിൽ ഇതൊന്നും ഉണ്ടാവില്ല. അസെക്ഷൽ റീപ്രൊഡക്ഷൻ എങ്ങനെയായിരിക്കും? ഇപ്പൊ ഒരു ബാക്ടീരിയ ആണെങ്കിൽ എങ്ങനെയായിരിക്കും അതിൽ? കൺസിഡർ ദിസ് ആസ് എ ബാക്ടീരിയ ആണെങ്കിൽ അത് ബൈനറി ഫിഷൻ എന്ന് പറയുന്ന പ്രോസസ്സിലൂടെ ആയിരിക്കും അതിന് പിന്നെ കുട്ടികൾ ഉണ്ടാവുക, കുട്ടികളെ അത് ഉണ്ടാക്കുക. എങ്ങനെയായിരിക്കും? ഇതിപ്പോ ഒരു ബാക്ടീരിയ ആണ്. ഇതെന്തായി? രണ്ടായി. ഇങ്ങനെ ഈ ഓരോ ബാക്ടീരിയയും പിന്നെ എന്തായി? വീണ്ടും 2, ഇത് വീണ്ടും 2, അങ്ങനെ എന്താണ് മൾട്ടിപ്ലൈ ചെയ്ത് ഇങ്ങനെ പോകും. 1 ൽ നിന്ന് 2, പിന്നെ 2 എണ്ണത്തിൽ നിന്ന് 4 എണ്ണം, 4 എണ്ണത്തിൽ നിന്ന് 8 എണ്ണം, അങ്ങനെ ബൈനറി ഫിഷൻ വഴിയാണ് ബാക്ടീരിയ ഒക്കെ എന്ത് ചെയ്യുന്നത്? ഓഫ് സ്പ്രിങ്സിനെ ഉണ്ടാക്കുന്നത്. സോ ദാറ്റ് കൈൻഡ് ഓഫ് അല്ല, ഇപ്പൊ ഞാൻ ബാക്ടീരിയയുടെ കാര്യം മാത്രമാണ് ഇപ്പൊ പറഞ്ഞത്, പക്ഷെ ഇനിയുണ്ട്. സോ അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ ആണ്. അതന്നെ
ബാക്ടീരിയൽ റീപ്രൊഡക്ഷൻ ഒക്കെ അതിന് എക്സാമ്പിൾ ആണ്. ബൈനറി ഫിഷൻ അതിന് എക്സാമ്പിൾ ആണ്. അതിൽ എന്തുണ്ട്, ഒരു മെയിലും ഫീമെയിലും എന്ന് പറഞ്ഞ് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടൊന്നും ഉണ്ടാവില്ല. അതില് ആ ഓർഗാനിസം ഉണ്ടാവും. ആ ഓർഗാനിസത്തിൽ തന്നെ എന്തുണ്ടാവും, പുതിയ ഓർഗാനിസം ഉണ്ടാവും. ബൈനറി ഫിഷൻ ഒരു എക്സാമ്പിൾ ആണ്. ബഡ്ഡിങ്ങിലൂടെ നമ്മൾക്ക് ഉണ്ടാവും, മീൻസ് അതർ ഓർഗാനിസത്തിന് ബഡ്ഡിങ്ങിലൂടെ. നമ്മുടെ ഈസ്റ്റ് ഒക്കെ ഇല്ലേ, ഈസ്റ്റ് ഒക്കെ കണ്ടിട്ടുണ്ടോ? ഈസ്റ്റ്, ബ്രെഡ് മോൾഡ് ഒക്കെ കണ്ടിട്ടുണ്ടോ? പിന്നെ സ്പോർ ഫോർമേഷനിലൂടെ കുട്ടികൾ ഉണ്ടാവും അല്ലെ, സ്പോർ ഫോർമേഷൻ. ഓക്കെ, അങ്ങനെ ഡിഫറെന്റ് കൈൻഡ് ഓഫ് അസെക്ഷൽ റീപ്രൊഡക്ഷനും ഉണ്ട്. അത് നമ്മൾ പോകെ പോകെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും കേട്ടോ. സോ എന്താണ് സെക്ഷലും എന്താണ് അസെക്ഷലും എന്ന് പഠിച്ചു വെക്കുക. സെക്ഷനിൽ നിങ്ങൾ ഇത്ര പഠിച്ചാൽ മതി. സെക്ഷനിൽ മെയിലും ഫീമെയിലും ഉണ്ടാവും. അസെക്ഷനിൽ എന്തില്ല, മെയില് ഫീമെയിൽ എന്നൊന്നുമില്ല. ആ പാരന്റ് ഓർഗാനിസം അവിടെ ഉണ്ടാവും. ആ പാരന്റ് ഓർഗാനിസം അവിടെ ഉണ്ടാവും. എന്നിട്ട് ആ പാരന്റ് ഓർഗാനിസത്തിൽ നിന്ന് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും, കുട്ടികൾ ഉണ്ടാവും. ഓക്കെ, പക്ഷെ അപ്പൊ ഇതിൽ ഏതായിരിക്കും കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോസസ്സ്? ഓഫ് കോഴ്സ് സെക്ഷൽ റീപ്രൊഡക്ഷൻ ആയിരിക്കും കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോസസ്സ് അല്ലേ. ഓക്കെ, ഇനി നമ്മൾ ഹ്യൂമൻ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം നോക്കാം. നമുക്ക് നമ്മുടെ കാര്യം തൊട്ടാണല്ലോ ക്യൂരിയോസിറ്റി കൂടുക അല്ലെ. നമ്മൾക്ക് എങ്ങനെയാണെന്ന് അറിഞ്ഞിട്ടാണല്ലോ നമ്മൾ ബാക്കിയുള്ളതൊക്കെ നോക്കുക. സോ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഹ്യൂമൻ പറയുമ്പോൾ നമ്മൾ പറഞ്ഞു മെയിലും ഫീമെയിലും ഉണ്ടെന്ന്. ഇതാണ് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ആൻഡ് ദിസ് വൺ ഈസ് നോൺ ആസ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. അപ്പോൾ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഉണ്ട്, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഉണ്ട്. ഇത് രണ്ടും കൂടി ഉൾപ്പെട്ടതാണ് നമ്മുടെ ഹ്യൂമന്റെ മൊത്തത്തിലുള്ള റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എങ്ങനെയാണ് കാണാൻ, അതിൽ എന്തൊക്കെയുണ്ട് നോക്കാം. പിന്നെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എങ്ങനെയുണ്ട് ആൻഡ് അതിൽ എന്തൊക്കെ പാർട്സ് ആണെന്ന് നോക്കാം. ഓക്കെ, മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് കണ്ടോ, ഈ പിക്ചറിൽ കണ്ടോ, ഇതാണ് നമ്മുടെ മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ്. ഓക്കെ, ഇതാണ് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. ഇതിൽ മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ഉണ്ട് അല്ലെ, ഇത് അവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി എന്താ വിളിക്കുക, ടെസ്റ്റിസ്. ഓക്കെ, ഇപ്പൊ മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസില് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് എ പെയർ ഓഫ് ടെസ്റ്റിസ്. എങ്ങനെയാണ്, ഒരു ടെസ്റ്റിസ് അല്ല, എ പെയർ ഓഫ് ടെസ്റ്റിസ്. ടെസ്റ്റിസ് ആണ് സിംഗുലർ, പ്ലൂറൽ ആവുമ്പോ എന്താ, ടെസ്റ്റീസ് എന്ന് വിളിക്കും. ഓക്കെ, സോ എ പെയർ ഓഫ് ടെസ്റ്റിസ്. അപ്പൊ ടെസ്റ്റിസ് ആണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുക, സ്പേംസിനെ പ്രൊഡ്യൂസ് ചെയ്യുക. നമ്മൾ പറഞ്ഞു മെയിൽ ഗമീറ്റും ഫീമെയിൽ ഗമീറ്റും കൂടി ഫ്യൂസ് ചെയ്തിട്ടാണ് എന്തുണ്ടാവുന്നത്, ബേബീസ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അല്ലെ, ബേബീസ് ഉണ്ടാവാൻ തുടങ്ങുന്നത്. സോ ആ മെയിൽ ഗമീറ്റിനെ വിളിക്കുന്ന പേരാണ് സ്പേം അല്ലെ, സ്പേംസ് മറക്കരുത്, സ്പേംസ്. ഓക്കെ, സ്പേംസ് മെയിൽ ഗമീറ്റ് ആണ് സ്പേംസ്. അപ്പൊ സ്പേം എങ്ങനെയാ പ്രൊഡ്യൂസ് ചെയ്യുക, ഇതാ അവിടെ കണ്ടോ, ടെസ്റ്റിസ് എന്ന് പറഞ്ഞ സാധനം കണ്ടോ രണ്ട് വശത്തും. ഇതാണ് നമ്മുടെ പെനിസ് അല്ലെ, മെയിൽസിൽ കാണുന്ന പെനിസ് ആണിത്, പെനിസ്. ഓക്കെ, ഇതിന്റെ രണ്ട് വശത്തായിട്ട് ടെസ്റ്റിസ് ഉണ്ട്. ഈ ടെസ്റ്റിസ് ആണ് സ്പേമിനെ പ്രൊഡ്യൂസ് ചെയ്യുക. ഒന്നും രണ്ടും സ്പേം ആണോ പ്രൊഡ്യൂസ് ചെയ്യുക, അല്ല, കുറെ സ്പേം പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും അറ്റ് എ ടൈം. ഓക്കെ, പിന്നെ സ്പേമിനെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കളക്ടിങ് ഡക്റ്റ് ഉണ്ട് ഇവിടെ, സ്പേം ഡക്റ്റ് ഉണ്ട് ഇവിടെ, സ്പേം ഡക്റ്റ് ഉണ്ട്. പിന്നെ നമ്മുടെ പെനിസ് നേരത്തെ പറഞ്ഞ. അപ്പൊ ഇത്രയാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ആദ്യം തന്നെ കൊടുത്തിരിക്കുന്ന എന്താ, 3 പാർട്ട്, മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസിന്റെ 3 പാർട്ട് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ കണ്ടോ, ഇത് ഞാനൊരു ചിത്രം കൊടുത്തിരിക്കുകയാണ്. എന്താണ്, സ്പേംസ് നമ്മുടെ ഓവത്തിന്റെ അടുത്തേക്ക്, നമ്മുടെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലേക്ക് കടന്നു ചെല്ലുന്ന ഒരു പിക്ചർ ആണ്. കണ്ടോ, നോക്കൂ എത്ര സ്പേംസ് ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഒരു സ്പേം അല്ല അല്ലെ, കുറെ സ്പേം എന്താണ് കടന്ന് വരുന്നുണ്ട് അല്ലെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലേക്ക്. ആൻഡ് സ്പേമിന്റെ ഇങ്ങനെ ഒരു സ്പേം നമ്മൾ എടുത്തു, എന്താ ഇതിനെന്തുണ്ട്, ഒരു ടെയിൽ ഉണ്ട്, ഒരു ഹെഡ് ഉണ്ട്, പിന്നെ ഒരു മിഡിൽ പോർഷനും ഉണ്ട്. ഓക്കെ, ഒരു ടെയിൽ ഉണ്ട്, ഒരു ഹെഡ് ഉണ്ട്, ഒരു മിഡിൽ പോർഷനും ഉണ്ട്. അപ്പൊ ഒരു സ്പേമിന്റെ എന്താണ്, ഏതൊക്കെ പാർട്ട് ഉണ്ട്, ഒരു സ്പേമിനെ വരയ്ക്കാനും അതിന്റെ ഏതൊക്കെ പാർട്ട് ഉണ്ട് എന്നും ചിലപ്പോൾ ചോദിക്കും. അതും ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ അതും പഠിക്കണം. എന്തൊക്കെയാണ്, ഹെഡ് ഉണ്ട്, ഒരു മിഡിൽ പോർഷൻ ഉണ്ട്, ഒരു ടെയിലും ഉണ്ട്. ആൻഡ് ഇതിങ്ങനെ മൂവ് ചെയ്ത് പോകും. ഓക്കെ, ടെയിലിന്റെ ഒക്കെ എന്താ ഫംഗ്ഷൻ, മൂവ് ചെയ്യാൻ സഹായിക്കുന്നത് അല്ലെ, മൂവ് ചെയ്യാൻ സഹായിക്കുന്നത് ഈ ടെയിലാണ് സ്പേമിനെ. ഓക്കെ, ഇനി എന്താ, നമുക്ക് ഇപ്പൊ നമ്മള് മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ഏതൊക്കെ പഠിച്ചു, പെയർ ഓഫ് ടെസ്റ്റിസ് ഉണ്ട്, പിന്നെ 2 സ്പേം ഡക്റ്റ് ഉണ്ട് അല്ലെ, സ്പേം ഡക്റ്റ് അല്ലെ, സ്പേമിനെ കളക്ട് ചെയ്ത് കൊണ്ടുപോകുന്ന ഡക്റ്റ്,
പിന്നെ പെനിസ് ഉണ്ട് എന്ന് പഠിച്ചു. ഓക്കെ, ഇത്രയും പഠിക്കാമല്ലോ, എളുപ്പല്ലേ? ഇനി എന്താ? നമ്മൾ പഠിച്ചത് സ്പേമിന്റെ മെയിൽ ഗമീറ്റ് അഥവാ സ്പേമിന്റെ പോർഷൻസ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ പാർട്സ് ഏതൊക്കെയാണ്? ഏതൊക്കെയാ? ടെയിൽ ഉണ്ട്, ഹെഡ് ഉണ്ട്, പിന്നെ ഒരു മിഡിൽ പോർഷനും ഉണ്ട് അല്ലേ? പിന്നെന്താ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് അല്ലേ? ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് നമ്മൾ പറഞ്ഞു മെയിലും ഫീമെയിലും കൂടി കൂടിയതാണല്ലോ അല്ലേ എന്ത്? നമ്മുടെ ഹ്യൂമൻ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. സോ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഉണ്ടല്ലേ, ദിസ് ഈസ് നോൺ ആസ് ദ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. വരയ്ക്കാൻ പഠിക്കണം കേട്ടോ, വരയ്ക്കാൻ പഠിക്കണം. ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ഏതൊക്കെയാണ്? എ പെയർ ഓഫ് ഓവറീസ്. കണ്ടോ, ഇതിനെയാണ് നമ്മള് ഇതിന് ഓവറി എന്ന് വിളിക്കും. ഇതും ഒരു ഓവറി. അപ്പൊ എ പെയർ ഓഫ് ഓവറീസ് ആർ ദർ അല്ലെ? എ പെയർ ഓഫ് ഓവറീസ് നമ്മുടെ എന്താണ്? സ്ത്രീകളില് എന്താണ്, പെൺകുട്ടികൾക്ക് അല്ലെങ്കിൽ എന്താണ് ഗേള് അഡൾട്ട് ആവാൻ തുടങ്ങുമ്പോ എന്താ ഉണ്ടാവുക? മെൻസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങും അല്ലെ? മെൻസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുക എപ്പോഴാണ്? ഈ ഓവറി ഓവം പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ്. ആൻഡ് ഓവത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഫീമെയിൽ ഗമീറ്റ് എന്ന് വിളിക്കുക. ഫീമെയിൽ ഗമീറ്റ് എന്ന് എന്തിനെ വിളിക്കുക? ഓവത്തിനെയാണ് നമ്മൾ ഫീമെയിൽ ഗമീറ്റ് എന്ന് വിളിക്കുക, അല്ലെങ്കിൽ എഗ് എന്ന് വിളിക്കും. ഓക്കെ, എഗ് എന്ന് വിളിക്കും. ആൻഡ് എന്താണ്? സ്പേം മെയിൽ ഗമീറ്റ് അത് പറഞ്ഞു അല്ലെ? സ്പേം കുറേ ഉണ്ടാവും എന്ന് പറഞ്ഞു അല്ലെ? പക്ഷെ ഒരിക്കലും ഒരു എഗ് ഉണ്ടാവും, ഒരിക്കലും കുറേ എഗ് ഉണ്ടാവില്ല. only one egg can be produced at a time. അങ്ങനെയല്ലേ മെൻസ്ട്രേഷൻ ഉണ്ടാവുന്നത്? മെൻസ്ട്രൽ സൈക്കിൾ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഈച്ച് മെൻസ്ട്രൽ സൈക്കിൾ 28 ഡേയില് വരുന്ന ഒരു സൈക്കിൾ ആണ് അല്ലേ? ഗേൾസിൽ 28 ഡേ സൈക്കിൾ ഉണ്ട്. അതിനാണ് മെൻസ്ട്രേഷൻ സൈക്കിൾ എന്ന് പറയുക, അല്ലെങ്കിൽ മെൻസ്ട്രൽ സൈക്കിൾ എന്ന് പറയുക. ഈ മെൻസ്ട്രൽ സൈക്കിളിൽ എന്താ ഉണ്ടാവുക? ഒരു എഗ് പ്രൊഡ്യൂസ് ചെയ്യും. ഈച്ച് മെൻസ്ട്രേഷൻ സൈക്കിളിലും നമ്മുടെ ബോഡി പ്രിപ്പയർ ആവുകയാണ് അല്ലെ? ഒരു ഗേളിന്റെ ബോഡി പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുകയാണ് ഒരു അമ്മയാവാൻ വേണ്ടിയിട്ട്. സോ ഒരു എഗ് ആണ് ആ ടൈമിൽ പ്രൊഡ്യൂസ് ചെയ്യുക. അടുത്ത മന്ത് ആകുമ്പോൾ വീണ്ടും ഒരു എഗ് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, അങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുക. പക്ഷെ മെയിൽസിന്റെ കേസിൽ അങ്ങനെയല്ല, കുറെ സ്പേംസ് പ്രൊഡ്യൂസ് ചെയ്യും. ഇൻട്രസ്റ്റിംഗ് അല്ലേ? സോ എ പെയർ ഓഫ് ഓവറീസ് ഉണ്ട്. അതുപോലെ തന്നെ ഓവിഡക്റ്റ്, നോക്കൂ, ഈ കാണുന്നതാണ് ഓവിഡക്റ്റ്, അല്ലെങ്കിൽ ഇതിനെന്ത് വിളിക്കും? ഫലോപ്പിയൻ ട്യൂബ്സ് എന്ന് വിളിക്കും. എന്താ വിളിക്കുക? ഫലോപ്പിയൻ ട്യൂബ്. ഓക്കെ, ഇവിടെ വെച്ചിട്ടാണ് എന്ത് സംഭവിക്കുക? ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രോസസ്സ് സംഭവിക്കുക. നമ്മൾ പറഞ്ഞു മെയിൽ ഗമീറ്റും ഫീമെയിൽ ഗമീറ്റും കൂടി ഫ്യൂസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ സ്പേമും എഗ് അഥവാ ഓവും കൂടി ഫ്യൂസ് ചെയ്തിട്ടാണ് കുട്ടികൾ ഉണ്ടാവുക എന്ന് പറഞ്ഞു. ആ ഫ്യൂസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഫെർട്ടിലൈസേഷൻ എന്ന് വിളിക്കുന്നത്. എന്താ വിളിക്കുക? ഫെർട്ടിലൈസേഷൻ എന്ന് വിളിക്കുക. അപ്പൊ ആ ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് ഒവിഡക്റ്റിലെ ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ്. പ്രത്യേക ഒരു സ്ഥലത്തിന്റെ പേരുണ്ട്, ആംബ്യുലാരി ഇസ്തമസ് എന്നൊക്കെ പറയും. ആ പെർട്ടിക്കുലർ സ്ഥലത്തിന് ആംബ്യുലാരി ഇസ്തമസ് എന്ന് പറയും. അത്ര ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഇപ്പൊ തൽക്കാലം ഒരു ഇൻട്രൊഡക്ഷനിൽ നിങ്ങൾ നോക്കണ്ട. എന്താണ്? ഫെർട്ടിലൈസേഷൻ നടക്കുമ്പോഴാണ് എന്തുണ്ടാവുക? സൈഗോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം ഉണ്ടാവുക. സൈഗോട്ട്. എന്താണ് സൈഗോട്ട്? നമ്മളൊരു കുഞ്ഞുവാവ ആവുന്നതിന്റെ തുടക്കമാണ് ഈ സൈഗോട്ട് എന്ന് പറയുന്നത്. ഒരു ബേബി ഉണ്ടാകുന്നതിന്റെ ഏറ്റവും സ്റ്റാർട്ടിങ് പോയിന്റ് ആണ് ഈ തുടക്കം അല്ലെ? ഏറ്റവും സ്റ്റാർട്ടിങ്ങിലുള്ള ഒരു സംഭവമാണ് ഈ സൈഗോട്ട് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ മെയിൽ ഗമീറ്റ് ആയിട്ടുള്ള സ്പേമും പിന്നെ നമ്മുടെ ഓവും കൂടി കൂടിയിട്ട് സൈഗോട്ട് ഉണ്ടാവണു ത്രൂ ദ പ്രോസസ് ഓഫ് ഫെർട്ടിലൈസേഷൻ. ഓക്കെ, കിട്ടിയെന്ന് വിചാരിക്കുന്നു. പിന്നെ ഈ കാണുന്നതാണ് നമ്മുടെ യൂട്രസ് അല്ലെ? ഗർഭപാത്രം, യൂട്രസ്, വൂംബ് എന്നൊക്കെ പറയും. അവിടെയാണ് ബേബി എന്താവുക? ഇവിടുന്ന് ബേബി ഇങ്ങനെ ഫ്യൂസ് ചെയ്യും അല്ലെ? മെയിൽ ഗമീറ്റും ഫീമെയിൽ ഗമീറ്റും ഫ്യൂസ് ചെയ്ത് സൈഗോട്ട് ആവും. എന്നിട്ട് ഇങ്ങനെ പോയി കുറെ സൈഗോട്ടിന് മാറ്റമൊക്കെ വന്ന് യൂട്രസിൽ അറ്റാച്ച് ചെയ്യുമ്പോഴേക്കും അതൊരു എംബ്രിയോ ആയിട്ട് മാറും. ഓക്കെ, എംബ്രിയോ ആയി മാറി എംബ്രിയോ പതുക്കെ ഒരു ബേബി ആയിട്ട് എത്ര മാസാ? 9 മാസം അല്ലെ? 9 മന്ത് നമ്മുടെ നമ്മളൊക്കെ അങ്ങനെയാണല്ലേ? അമ്മമാരുടെ വയറ്റിൽ കിടന്നിട്ട് 9 മന്ത് അല്ലെ? യൂട്രസിന്റെ ഉള്ളില് 9 മന്ത് അവിടെ കിടക്കും. അതിന് വിളിക്കുന്ന പേര് ജസ്റ്റേഷണൽ പീരീഡ് എന്നാണ്. ജസ്റ്റേഷൻ പീരീഡ് എന്നാ വിളിക്കുക. ആ 9 മന്ത് നമ്മള് കുട്ടികള് അമ്മമാരുടെ യൂട്രസില് കിടക്കുന്നതിന് ജസ്റ്റേഷൻ പീരീഡ് എന്ന് പറയും. പിന്നെ പാർച്ചുറേഷൻ. എന്താണ്? ഗിവിങ് ബർത്ത് ടു എ ബേബി അല്ലെ? ബേബീനെ പുറത്താക്കുക അല്ലെ? പുറത്താക്കുക. എന്താണ്? ബേബീനെ പുറത്ത് കൊണ്ടുവരുന്നത്. ഗിവിങ് ബർത്ത്
ബർത്ത് നടത്തുന്ന ആ പ്രോസസ്സാണ് പാർച്ചറിഷൻ എന്ന് പറയുന്നത്. ഇത്രയും പ്രോസസ്സ് ഉണ്ട് കേട്ടോ. ജസ്റ്റ് ഇപ്പം ഞാൻ പറഞ്ഞത് എന്തൊക്കെയാണ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ജസ്റ്റ് കിട്ടിയല്ലോ. എന്തൊക്കെയാണ്? പെയർ ഓഫ് ഓവറീസ് ഉണ്ട്, പിന്നെ ഒവിഡക്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ എന്ത് വിളിക്കും? ഫെലോപ്പിയൻ ട്യൂബ് എന്ന് വിളിക്കും. പിന്നെന്താ? നമ്മളുടെ യൂട്രസ് അല്ലെങ്കിൽ വൂംബ്. ഈ മൂന്നും മെയിൻ പാർട്ടാണ്. അപ്പം വളരെ കുറച്ച് കാര്യങ്ങളെ പഠിച്ചിട്ടുള്ളൂ. മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് എന്തൊക്കെ സംഭവങ്ങളാണ് അതിൻ്റെ ഉള്ളിലുള്ളത്, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം അതിലും എന്തൊക്കെ സംഭവങ്ങളാണ് ഉള്ളതെന്ന് നോക്കൂ. ഒരു ഹ്യൂമൻ ഓവം അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു ഓവം അല്ലെങ്കിൽ എഗ്, ഇങ്ങനെയാണ് ഒരു എഗ് ഉണ്ടാവുക. സ്പേമിന് എന്താ? സ്പേമിന്റെ ഇത് നീണ്ടിട്ടല്ലേ ഹെഡും ടെയിലും ആൻഡ് മിഡിൽ പോർഷനും ഉണ്ടായിരുന്നു. ഓവം നോക്കൂ, കുറച്ച് വലുതായിട്ട് ഒരു ന്യൂക്ലിയസ് ഒക്കെ ഉണ്ട് ഓവത്തിന് അല്ലേ, ഒരു എഗ്ഗിന്റെ ഷേപ്പില്. ഒരു എഗ്ഗാണ് ഓവം, അതിൽ ന്യൂക്ലിയസ് ഒക്കെ ഉണ്ട്. നോക്കൂ, ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിന്റെ ഒരു പിക്ചർ ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നു. നോക്കൂ അല്ലേ, കുറെ സ്പേം ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു അല്ലേ. ഓവം എന്താ? ഒരൊറ്റൊരെണ്ണേ ഉള്ളൂ ഓവം. അപ്പൊ സ്പേം ഒക്കെ ഇങ്ങനെ വന്നു. ഇനി എൻ്റെ ഒരു ക്വസ്റ്റ്യൻ, എല്ലാ സ്പേമിനും കൂടി ഒരു ഓവത്തിനെ അറ്റാക്ക് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ കൂടിച്ചേരാൻ പറ്റുമോ ഒരു ഓവത്തിന്റെ മേല്? ഇല്ല അല്ലേ, പറ്റില്ല, ഒരിക്കലും പറ്റില്ല. ഒരു സ്പേമിന് മാത്രമേ ഒരു ഓവത്തിന്റെ ഉള്ളിലേക്ക് കയറിക്കൂടി ഫെർട്ടിലൈസേഷൻ നടത്താൻ പറ്റുള്ളൂ. ഒരു സ്പേമിന് മാത്രം. ഓക്കെ, സ്പേമിന്റെ മോട്ടിലിറ്റിനെയും സ്പീഡിനെയും ഒക്കെ അത് ഡിപ്പെൻഡ് ചെയ്യും. സ്പേമിന്റെ മോട്ടിലിറ്റിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, ഓരോ സ്പേമിനും ഓരോരോ എന്താണ്, ആരോഗ്യവാനായ സ്പേമിന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, ഒരു ഓവത്തിന്റെ ഉള്ളിലേക്ക് വന്ന് അതുമായിട്ട് അറ്റാച്ച് ചെയ്യാൻ പറ്റൂ എന്നാണ് പറയുന്നത്. സോ സ്പേമിന് എല്ലാ സ്പേമിനും കൂടി വരാൻ പറ്റില്ല. കണ്ടോ, ഇവിടെ തന്നെ ഇപ്പൊ ഒരു 3-4 സ്പേം ഒരു സിമ്പിൾ റെപ്രസെന്റേഷൻ കൊടുത്തിരിക്കുന്നതാണ്. ഇവിടെ തന്നെ ഇപ്പൊ കുറെ സ്പേം ഉണ്ട്. അതിൽ തന്നെ നോക്കൂ, ഒരെണ്ണത്തിന് മാത്രമേ ഓവത്തിന്റെ കവറിങ് ഒക്കെ പൊളിച്ച് കിടക്കാൻ പറ്റിയിട്ടുള്ളൂ. ഇത് കുറച്ചും കൂടിയൊക്കെ എലാബറേറ്റ് ചെയ്ത് പഠിക്കാനുണ്ട് കേട്ടോ നമുക്ക്. ഓവത്തിന്റെ കവറിങ്ങുകൾ എന്തൊക്കെയാണ്, അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ട്, ഈച്ച് പാർട്ട്, അതിൻ്റെ ഉള്ളിൽ വരെയുള്ള പാർട്ടുകൾ, അതുപോലെ സ്പേമിന്റെ ഉള്ളിൽ വേറെ 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 ഹെഡിന്റെ ഉള്ളിൽ അക്രോസോം, അങ്ങനെ പറഞ്ഞ കുറെ പാർട്ടുകളുണ്ട്. അത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. ഇപ്പൊ നമ്മൾ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് തരുന്നതുകൊണ്ട് ഇത്ര മാത്രം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പൊ എല്ലാ സ്പേമും കൂടി വരില്ല, അത്ര അറിയാലോ. ഏതെങ്കിലും ഒരെണ്ണം കണ്ടോ, ഇങ്ങനെ ശക്തിമാനായ ഒരെണ്ണം ഉള്ളിലേക്ക് വന്നിട്ട് ഓവുമായിട്ട് ഫ്യൂസ് ചെയ്യും. ഓക്കെ, അങ്ങനെ ആ പ്രോസസ്സിനെ എന്താ വിളിക്കുക? ഫെർട്ടിലൈസേഷൻ. ഓക്കെ, അതിനെയാണ് ഫെർട്ടിലൈസേഷൻ എന്ന് വിളിക്കുക. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്തൊക്കെയാ പഠിച്ച? എന്താണ് റീപ്രൊഡക്ഷൻ എന്ന് പഠിച്ചു, ഡെഫിനിഷൻ പഠിച്ചു, എന്താണ് റീപ്രൊഡക്ഷന്റെ ഇമ്പോർട്ടൻസ് അല്ലെ, സ്പീഷീസ് കണ്ടിന്യൂറ്റി എൻഷുർ ചെയ്യുന്നു, നമ്മളെ എന്താണ് സ്പീഷീസിനെ എക്സ്റ്റൻഷനിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുന്നു അല്ലെ. റീപ്രൊഡക്ഷൻ, സെക്ഷൽ റീപ്രൊഡക്ഷനും ഉണ്ട്, അസെക്ഷൽ റീപ്രൊഡക്ഷനും ഉണ്ട്. പിന്നെ നമ്മളുടെ ഹ്യൂമൻ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം നമ്മൾ മെയിലും പഠിച്ചു ഫീമെയിലും പഠിച്ചു. ഫുള്ളായിട്ട് പഠിച്ചിട്ടില്ല. മെയിലിൽ എന്തൊക്കെയുണ്ട്, പർട്ടിക്കുലർ എന്തൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ, എന്താണ് ഏറ്റവും ആദ്യം പറയേണ്ടത്? ടെസ്റ്റിസ്, എ പെയർ ഓഫ് ടെസ്റ്റിസ്, സ്പേം പ്രൊഡ്യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ മെയിൽ റീപ്രൊഡക്റ്റീവ് എന്താണ്, മെയിൽ ഗമീറ്റ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതാണ് എന്ത്? സ്പേം എന്ന് പറയുന്നത്. ഫീമെയിൽ ഗമീറ്റ് എന്താ? ഓവം അല്ലെങ്കിൽ എഗ്. അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാ? ഓവറി അല്ലെ, ഓവറി. അപ്പൊ ഓവറി ടെസ്റ്റിസ് ഓവറി, മെയിൽ ഫീമെയിൽ, അങ്ങനെ പഠിച്ച് വെക്കുക. ഓക്കെ അല്ലേ? ഓക്കെ, സോ നെക്സ്റ്റ് സെക്ഷനിൽ നമുക്ക് ഫെർട്ടിലൈസേഷൻ പഠിക്കാം. ഫെർട്ടിലൈസേഷൻ നമ്മളിൽ എങ്ങനെയാ, അതുപോലെ ഡിഫറെന്റ് ആനിമൽസിൽ എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ, ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞിട്ടൊക്കെ ഉണ്ട്, അത് പഠിക്കാം. പിന്നെ എംബ്രിയോ എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുക, ബേബി എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുക വോമ്പിന്റെ ഉള്ളിൽ എന്ന് പഠിക്കണ്ടേ. പിന്നെ വിവി പാരസ് എന്താ, ഉവി പാരസ് എന്താ എന്നൊക്കെ നെക്സ്റ്റ് സെഷനിൽ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ തന്നതാണ്. നമ്മുടെ ആനിമൽ റീപ്രൊഡക്ഷൻ 8th സ്റ്റാൻഡേർഡ് CBSE ആനിമൽ റീപ്രൊഡക്ഷന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ് കുട്ടികൾ ഇപ്പൊ കണ്ടത്. അപ്പൊ നമ്മുടെ ചാനൽ എന്തായാലും എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ കോമന്റ് ആയിട്ട് എഴുതി തരാം കേട്ടോ, നമുക്ക് ക്ലിയർ ചെയ്ത് അങ്ങനെ പോവാം. ഓക്കെ അല്ലേ? ഓക്കെ, സോ താങ്ക് യു സോ മച്ച്.